പന്തീരാങ്കാവ് ഗാർഹി പീഡന കേസിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ പെൺകുട്ടിയുടെ മൊഴിയിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങൾ. കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നുമാണ് പെൺകുട്ടി മൊഴിയിൽ പറയുന്നത്. മൊഴിയുടെ പൂർണ്ണവിവരങ്ങൾ 24-ന്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 6 പേജിലധികമുള്ള മൊഴിയാണ് ഈ പെൺകുട്ടി കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണ ദിവസം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ നവവരൻ വാങ്ങിവെക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തത് അയാളാണ് എന്നുള്ളതാണ്. തനിക്ക് പല കൂട്ടുകാരും സുഹൃത്തുക്കളും അയച്ച മെസ്സേജുകളൊക്കെ വായിച്ച ശേഷം 12-ാം തീയതി പുലർച്ചെ മുതൽ ഇതെല്ലാം പറഞ്ഞാണ് തന്നെ മർദ്ദിക്കാൻ തുടങ്ങിയത്. അതിൽ മുൻപ് തനിക്ക് വന്ന വിവാഹാലോചനയുമായി വന്നൊരു യുവാവ് അഭിനന്ദന സന്ദേശം അയച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞും തന്നെ ക്രൂരമായി മർദ്ദിച്ചു. ഈ യുവാവിൻ്റെ അമ്മയും കൂട്ടുകാരനും യുവാവും ഒരുമിച്ചിരുന്ന മദ്യപിച്ച ശേഷമാണ് തന്നെ വിളിച്ചു വരുത്തി വായിൽ ബിയർ കുത്തി കയറ്റാൻ ശ്രമിച്ചത്. ഇത് താൻ എതിർത്തു. പിന്നീട് താൻ അവിടെ ഛർദ്ദിക്കുകയും മറ്റും ചെയ്തു. ഇതിന് ശേഷവും തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞും മർദ്ദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദനം. തനിക്ക് കൂടുതലായി പൈസ തരണം എന്നുള്ളത് ഇയാൾ പലതവണ ആവശ്യപ്പെട്ടു. ആദ്യമായി ഇവർ രണ്ടുപേരും ചേർന്ന് കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്ത് ഈ യുവാവിൻ്റെ അമ്മ ഇവരുമായി സംസാരിക്കാറില്ല, മിണ്ടുന്നില്ല എന്ന് പരാതി ഈ പെൺകുട്ടി യുവാവിനോട് പറഞ്ഞു. ഇത് പറഞ്ഞും തന്നെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റത്. തന്നെ മർദ്ദിക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറികളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. തൻ്റെ കരച്ചിൽ കേട്ടിട്ടും ഇവരാരും വന്നാൽ തന്നോട് ഒന്നും ചോദിച്ചില്ല. മർദ്ദനത്തിന് ശേഷവും ഭർത്തൃമാതാവ് ഇതിനെക്കുറിച്ച് ഒരു വിവരം പോലും ചോദിക്കാൻ തയ്യാറായില്ല. തനിക്ക് പരിക്ക് പറ്റിയതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ തയ്യാറായില്ല എന്നും ഈ യുവതി പറയുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൊഴിയാണ് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. 12-ാം തീയതി പുലർച്ചെയാണ് തന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് എന്നുള്ളതാണ്. മദ്യപിച്ച ശീലമില്ലാത്ത തന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭർത്തൃമാതാവിന് ഇക്കാര്യം അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ വളരെ വിശദമായി തന്നെ പറയുന്നു. ആ മൊഴിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഇന്ന് പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക. ഏതായാലും 6 പേജിലധികമുള്ള വിശദമായ ഒരു മൊഴിയാണ് പെൺകുട്ടി ഇന്നലെ രാത്രി പറവൂരിലെ വീട്ടിൽ ഫറോക്ക് ACP ഉൾപ്പെടെയുള്ള സംഘത്തിന് നൽകിയത്. Okay, thank you.